കീനെ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്ന ലൂണയ്ക്ക് കീയുടെ ബോയ്ഫ്രണ്ട് ആണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലാകുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കീയുടെ അമ്മ ബോയ്ഫ്രണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ കീനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കീക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് ലൂണ സങ്കടപ്പെടുന്നു. ഫ്രണ്ട്സ് എല്ലാരും വരുന്നു, പക്ഷെ കീ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുന്നു. കീയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതിൽ കീക്ക് ഒരു പ്രശ്നമില്ല, കീ ഫിറ്റ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ലൂണ പറയുന്നു, ഡോക്ടർമാരെ കീയുടെ ബോയ്ഫ്രണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്താണ് അതുകൂട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്ന് ലൂണ പറയുന്നു. അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ കീ എന്താണെന്ന് വരാത്തതെന്ന് ചോദിക്കുന്നു. അന്നേരം ലൂണ പറയുന്നു, അവൾക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതുകൊണ്ട് അവൾ ആശുപത്രിയിലാണെന്ന് പറയും. അന്നേരം ടീച്ചർ ചോദിക്കും, ഞാൻ അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടായിരുന്നല്ലോ, അതിൽ അവൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നല്ലേ എഴുതിയിരിക്കുന്നത്, പിന്നെ എന്താ അവള് വരാത്തതെന്ന് ചോദിക്കുന്നു. അടുത്ത ദിവസം പ്രോജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനൽ ഡേറ്റ് ആയതുകൊണ്ട് കീയുടെ പ്രോജക്റ്റും കൂടി ചേർത്ത് ലൂണ തന്നെ റെഡിയാക്കുന്നു. കീനെ കാണാൻ വേണ്ടിയിട്ട് ലൂണയും കാലക്സും കൂടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബോയ്ഫ്രണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസും കൊടുക്കാത്ത വണ്ണം അവന് എല്ലാ എവിഡൻസും അവന് ഫേവർ ആയിട്ടാണ് അവൻ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ലൂണ കീക്ക് സംഭവിച്ചതൊക്കെ കോലീഗ്സിനോട് പറഞ്ഞ് കരയുന്നു. ലൂണ അവളുടെ പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അന്നേരം കോലീഗ്സ് കിടന്ന് ഉറങ്ങുവാണ്. ആ സമയത്ത് അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് കണ്ടിട്ട് അത് ഓപ്പൺ ചെയ്ത് ലൂണ നോക്കുന്നു. അതില് ആ ഏമി കോലീഗ്സിന് കിസ് ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ആണ് കോലീഗ്സിന് ഏമി അയച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നു.